വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം ആദ്യം മനസ്സിലാക്കാം. ഇന്ത്യയുടെ സ്ഥാനം ആദ്യം നമുക്ക് അക്ഷാംശ സ്ഥാനം നോക്കാം. എന്താണ് അക്ഷാംശം? അക്ഷാംശം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഭൂമിക്ക് തിരശ്ചീനമായിട്ട് വരയ്ക്കുന്ന ഭൂമിശാസ്ത്ര രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നത്, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന രേഖകൾ. അപ്പോൾ ഈ 8 ഡിഗ്രി 4 മിനിറ്റ് നോക്കുക. ഇത് 8 ഡിഗ്രി 4 മിനിറ്റ്, ഇങ്ങനെയാണ് 4 മിനിറ്റ് എഴുതുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. അടുത്തത് നോക്കൂ, 37 ഡിഗ്രി 6 മിനിറ്റ്. ഇത് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. നോക്കൂ, ഈ വരച്ചിരിക്കുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ വാല്യൂ അതാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഈ വരച്ചിരിക്കുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ വാല്യൂ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലാണ് നമ്മുടെ രാജ്യം. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അക്ഷാംശ സ്ഥാനം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ നോർത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? കാര്യം ഇത് ഇക്വേറ്റർ ആണെന്ന് വിചാരിക്കൂ. 0 ഡിഗ്രി ഇക്വേറ്റർ. 0 ഡിഗ്രി ഇക്വേറ്റർ, അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നു. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയാണ്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളാക്കുന്നത് ഈ ഭൂമധ്യരേഖയാണ്, ഇക്വേറ്ററാണ്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളാക്കുന്നത് ഭൂമധ്യരേഖയാണ്. അതായത് ഇക്വേറ്ററിന് വടക്കുള്ള ഭാഗം ഉത്തരാർദ്ധഗോളം. അവിടെ നമ്മൾ നോർത്ത് എന്ന വാക്ക് ഉപയോഗിക്കണം. ഇക്വേറ്ററിന് വടക്കോട്ടുള്ള ഭാഗം ഉത്തരാർദ്ധഗോളം. നമ്മുടെ രാജ്യം ഉത്തരാർദ്ധഗോളത്തിലാണ്. ഓക്കെ, ഇക്വേറ്ററിന് തെക്കോട്ടുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളം. അപ്പോൾ ഇക്വേറ്ററിന് തെക്കോട്ടുള്ള ഭാഗത്ത് നമ്മൾ ലാറ്റിറ്റ്യൂഡുകളുടെ കൂടെ എന്ത് ചേർക്കണം? സൗത്ത് എന്ന വാക്കും കൂടെ ചേർക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ് എന്ന് വെച്ചാൽ ഇക്വേറ്ററിൻ്റെ വടക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ വടക്ക് അല്ലെങ്കിൽ ഉത്തരം എന്നൊക്കെ പറയും. ഇനി ഈ ഇക്വേറ്ററിൻ്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങൾ, അവിടെ നമ്മൾ സൗത്ത് എന്ന വാക്ക് ഉപയോഗിക്കണം. സൗത്ത് അഥവാ ദക്ഷിണം അല്ലെങ്കിൽ തെക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ രാജ്യം വരുന്നത് എവിടെയാണ്? ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ ചേർക്കേണ്ട വാക്ക് എന്താണ്? നോർത്ത് അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ ഉത്തരം എന്നാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ അക്ഷാംശ സ്ഥാനം പറഞ്ഞേ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് വടക്ക് അക്ഷാംശത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വടക്ക് അക്ഷാംശത്തിനും ഇടയിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ എങ്ങനെയാണ് നമ്മളിവിടെ മിനിറ്റൊക്കെ ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റ് 37 ഡിഗ്രി 6 മിനിറ്റ് എന്നൊക്കെ നമ്മൾ വാല്യൂ എഴുതിയല്ലോ. അത് വേൾഡ് ജോഗ്രഫിയിൽ ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അടിസ്ഥാന വസ്തുതകളെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് എല്ലാവരും റെഫർ ചെയ്യണം. എങ്ങനെയാണ് അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നത്, എങ്ങനെയാണ് രേഖാംശ രേഖകൾ വരയ്ക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ആ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. വേൾഡ് ജോഗ്രഫിയിൽ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളിൽ അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നതും രേഖാംശ രേഖകൾ വരയ്ക്കുന്നതും എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവിടെ മിനിറ്റ് എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡിനും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് അക്ഷാംശ രേഖ വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ രാജ്യം എന്ന് വിചാരിക്കുക. നമ്മുടെ ഈ 8 ഡിഗ്രി 4 മിനിറ്റ് ലാറ്റിറ്റ്യൂഡ്, അതായത് ഈ ലാറ്റിറ്റ്യൂഡ്,
8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് നമ്മുടെ കന്യാകുമാരിയിലൂടെയാണ്. എവിടെ കൂടെ കടന്നു പോകുന്നത്? കന്യാകുമാരി. നമ്മുടെ കന്യാകുമാരി, അതായത് മെയിൻലാൻഡിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. നോക്കൂ, മെയിൻലാൻഡിൻ്റെ തെക്കേ അറ്റം. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രധാന കരഭാഗത്തിൻ്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയിലൂടെയാണ് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശം കടന്നു പോകുന്നത്. ഇനി നോക്കൂ, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ, ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ, ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. അതാ ഈ ഭാഗം ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇന്ദിരാ കോൾ. അപ്പോൾ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് എവിടെ കൂടിയാണ്? ഇന്ദിര. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് എവിടെ കൂടിയാണ്? ഇന്ദിരാ കോളിലൂടെ കടന്നു പോകുന്നു. ഇന്ദിരാ കോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ. ഇനി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് എവിടെ കൂടിയാണ്? കന്യാകുമാരി. ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഓക്കെ, ഇതും ഓർത്തിരിക്കുക. ഇനി നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗികമായ തെക്കേ അറ്റം ഏതാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗികമായ തെക്കേ അറ്റമാണ്, ഞാൻ ഇങ്ങോട്ട് എഴുതാം, ഇന്ദിരാ പോയിന്റ്. നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗികമായ തെക്കേ അറ്റമാണ്. തെക്കേ അറ്റം അതായത് കന്യാകുമാരിക്കും താഴെ വരുന്ന ഒരു ഭാഗമുണ്ട്, അതാ ഇവിടെ ആയിട്ട്. അത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽ, ഇത് ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് വരുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേരാണ് ഗ്രേറ്റർ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ്. ഈ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ വരുന്ന പോയിന്റാണ്, ഒരു പ്രദേശമാണ് ഈ കാണിച്ചിരിക്കുന്ന ഇന്ദിരാ പോയിന്റ്. ഈ ഇന്ദിരാ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് 6 ഡിഗ്രി 44 മിനിറ്റ് നോർത്താണ്. കാര്യം നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ. 6 ഡിഗ്രി 44 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ അക്ഷാംശ സ്ഥാനം പറയുമ്പോൾ മെയിൻലാൻഡിൻ്റെ വടക്കേ അറ്റം, തെക്കേ അറ്റം. മെയിൻലാൻഡിൻ്റെ വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ. ഇന്ദിരാ കോളിലൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ മെയിൻലാൻഡിൻ്റെ തെക്കേ അറ്റം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന കരഭാഗത്തിൻ്റെ തെക്കേ അറ്റം ഏത് സ്ഥലമാണ്? കന്യാകുമാരി. ആ കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശ രേഖ. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ തെക്കേ അറ്റം, അതൊരു ദ്വീപിലാണ് കിടക്കുന്നത്. ഏത് ദ്വീപ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ തെക്കേ അറ്റത്തുള്ള ഗ്രേറ്റർ നിക്കോബാർ എന്ന ദ്വീപിൽ വരുന്ന ഒരു സ്ഥലമാണ് ഇന്ദിരാ പോയിന്റ്. ആ ഇന്ദിരാ പോയിന്റ് ആണ് ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തിൻ്റെ തെക്കേ അറ്റം. അവിടെ കൂടി കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് 6 ഡിഗ്രി 44 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇതാണ് കൂടുതലും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്. 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഇത് പലതവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ രേഖാംശ സ്ഥാനം. എന്താണ് രേഖാംശം? രേഖാംശം എന്ന് വെച്ചാൽ കുറുകെ വരയ്ക്കുന്ന രേഖകളാണ്, അല്ലേ? കുറുകെ വരയ്ക്കുന്ന രേഖകൾ. അപ്പോൾ കുറുകെ വരയ്ക്കുന്ന രേഖകൾ എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, കുറുകെ വരയ്ക്കുന്ന രേഖകൾ. അപ്പോൾ ഈ കുറുകെ വരയ്ക്കുന്ന രേഖകളിൽ ഞാനിവിടെ 2 ലോഞ്ചിറ്റ്യൂഡാണ് വരച്ചിരിക്കുന്നത്. ദാ ഇതൊരു ലോഞ്ചിറ്റ്യൂഡ്, ഇത് അടുത്ത ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് രേഖാംശ രേഖകൾ? 2 ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന, എങ്ങനെ വരയ്ക്കുന്ന? കുറുകെ വരയ്ക്കുന്ന, ലംബമായി വരയ്ക്കുന്ന 2 ധ്രുവപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് കുറുകെ വരയ്ക്കുന്ന അല്ലെങ്കിൽ ലംബമായി വരയ്ക്കുന്ന ഭൂമിശാസ്ത്ര രേഖകളാണ് രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ്സ്.
രേഖാംശ രേഖകൾ സമയനിർണയ രേഖകൾ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രേഖാംശ സ്ഥാനം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖയാണ് നമ്മൾ നോക്കൂ. ഇങ്ങോട്ട് ഒന്ന് വരച്ചാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മുടെ ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖ എന്ന് പറയുന്നത് ഈ രേഖാംശ രേഖയാണ്, 0 ഡിഗ്രി രേഖാംശ രേഖ. ഈ 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീൻവിച്ച് രേഖ എന്നും അറിയപ്പെടുന്നു. കാര്യം ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയായതുകൊണ്ട് ഈ 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീൻവിച്ച് രേഖ എന്ന് നമ്മൾ പറയുന്നു. ഒരു പ്രദേശത്തിൻ്റെ രേഖാംശ സ്ഥാനം പറയുമ്പോൾ ആ പ്രദേശം ഗ്രീൻവിച്ച് രേഖയുടെ കിഴക്കാണോ അതോ ഗ്രീൻവിച്ച് രേഖയുടെ പടിഞ്ഞാറാണോ എന്ന് വേണം നോക്കാൻ. ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി ഓർത്തിരിക്കുക. നമ്മുടെ ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖകളാണ് രേഖാംശ രേഖകൾ. എന്താണ് രേഖാംശ രേഖകൾ? 2 ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കുറുകെ വരയ്ക്കുന്ന, ലംബമായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഇംഗ്ലീഷിൽ ലോഞ്ചിറ്റ്യൂഡ്സ്, മെറിഡിയൻസ് എന്നൊക്കെ പറയും. ആ രേഖാംശ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖയാണ് 0 ഡിഗ്രി രേഖാംശ രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തു കൂടി ആയതുകൊണ്ട് 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീൻവിച്ച് രേഖ എന്നും പറയുന്നു. ഒരു പ്രദേശത്തിൻ്റെ രേഖാംശ സ്ഥാനം പറയുമ്പോൾ ആ പ്രദേശം ഗ്രീൻവിച്ച് രേഖയുടെ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്ന് വേണം നോക്കാൻ. നമ്മുടെ രാജ്യം ഗ്രീൻവിച്ച് രേഖയുടെ കിഴക്കാണ് വരുന്നത്. എവിടെയാണ്? ഗ്രീൻവിച്ച് രേഖയുടെ കിഴക്കാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രേഖാംശ സ്ഥാനം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട വാക്ക് കിഴക്ക് അല്ലെങ്കിൽ പൂർവം എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. കാര്യം നമ്മുടെ രാജ്യം ഗ്രീൻവിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്തായാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ രേഖാംശ സ്ഥാനം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്? കിഴക്ക് അല്ലെങ്കിൽ പൂർവം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഈസ്റ്റ് എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ രേഖാംശ സ്ഥാനം നോക്കൂ, 68 ഡിഗ്രി 7 മിനിറ്റ്. അപ്പോൾ നോക്കൂ, ഞാൻ 68 ഡിഗ്രി 7 മിനിറ്റ്, ഇത് 68 ഡിഗ്രി 7 മിനിറ്റ്. എന്താണ് നമ്മുടെ രാജ്യം എവിടാ കിടക്കുന്നത്? കിഴക്ക് ഭാഗത്താണല്ലോ. ഗ്രീൻവിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. അപ്പോൾ നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കണം? ഈസ്റ്റ്. അപ്പോൾ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ, കിഴക്ക് രേഖാംശം മുതൽ. പിന്നെ നോക്കൂ, 97 ഡിഗ്രി 25, ഇതാണ് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ രേഖാംശ സ്ഥാനം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് എന്ന വാക്ക് അല്ലെങ്കിൽ പൂർവം എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് രേഖാംശം മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് രേഖാംശം വരെ. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് രേഖാംശം മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് രേഖാംശം വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഇക്വേറ്റർ ആണല്ലോ, ഭൂമധ്യരേഖ. ഇത് ഭൂമധ്യരേഖ, 0 ഡിഗ്രി ഇക്വേറ്റർ. ഭൂമധ്യരേഖയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. നോക്കൂ, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് നമ്മുടെ രാജ്യം വരുന്നത്. ഇത് 2 അക്ഷാംശ രേഖകൾ, ഇത് 2 രേഖാംശ രേഖകൾ. ഉത്തരാർദ്ധഗോളത്തിൽ നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നു. ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യവും കൂടെ ഓർത്തിരിക്കേണ്ടത്, നോക്കൂ, ഇതാണല്ലോ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കൂടി കടന്നു പോകും. ഇനി നോക്കൂ, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഇതാണല്ലോ. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കൂടി കടന്നു പോകും, ഏറ്റവും കിഴക്ക് ഭാഗത്ത് കൂടി കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നത് ഗുജറാത്തിലെ
ഗുഹാർ മോത്തി എന്ന സ്ഥലത്ത് കൂടിയാണ്. എവിടെ കൂടിയാണ് കടന്നു പോകുന്നത്? ഗുജറാത്തിലെ ഗുഹാർ മോത്തി. ഗുഹാർ മോത്തി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർ മോത്തി. ഇത് ഗുജറാത്തിലാണ്. ഇനി നോക്കൂ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏത് സ്ഥലമാണ്? കിബത്തു. കിബത്തു നമ്മുടെ അരുണാചൽ പ്രദേശിലാണ്. കിബത്തു എവിടാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക, 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് രേഖാംശം നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമായ ഗുഹാർ മോത്തിയിലൂടെ കടന്നു പോകുന്നു. ഇനി 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് രേഖാംശം ഇന്ത്യയുടെ കിഴക്കേ അറ്റമായ അരുണാചൽ പ്രദേശിലെ കിബത്തുവിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പലതവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപദ്വീപ് അഥവാ പെനിൻസുലാർ ഇന്ത്യ. ഉപദ്വീപ് എന്ന് വെച്ചാൽ എന്താണ്? 3 ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരപ്രദേശമാണ് ഉപദ്വീപ്. ഒരു ഭാഗം കരബന്ധിതമായിരിക്കും. 4 ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ദ്വീപ്, ഐലൻഡ് എന്ന് വിളിക്കും. 3 ചുറ്റും ജലവും ഒരു ഭാഗം കരബന്ധിതവുമാണെങ്കിൽ ആ പ്രദേശത്തെ നമ്മൾ ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് കടലാണ്, ഇത് അറബിക്കടൽ, ഇത് ബംഗാൾ ഉൾക്കടൽ, പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഭാഗം തെക്ക് ഭാഗത്തൊക്കെ ഇന്ത്യൻ മഹാസമുദ്രം. 3 ചുറ്റും ജലം, ഒരു ഭാഗം കരബന്ധിതമാണ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. ഈ കാണിച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗമെല്ലാം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്നത്, അതാണ് അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഈ ഭാഗത്ത് വരുന്നത്, അത് ബംഗാൾ ഉൾക്കടൽ. അറബിക്കടൽ, ഇതെന്താണ്? ബംഗാൾ ഉൾക്കടൽ. പിന്നെ ഉള്ളത് തെക്ക് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നത്? ഉപദ്വീപീയ ഇന്ത്യ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കൂ, 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ, ഈ കാണിച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു. അതായത് തെക്ക് ഭാഗമെല്ലാം നോക്കൂ, സമുദ്രത്താൽ ചുറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നു. ഒരു ഭാഗം കരബന്ധിതവുമാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇത് ഇങ്ങനെ കിടക്കുന്ന പ്രദേശമാണ് അല്ലേ? ബംഗാൾ ഉൾക്കടൽ. ഇവിടെ എന്താണ് കടൽ? സമുദ്രത്തോട് ഒരു കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗമാണ് കടൽ. ഒരു കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗമാണ് കടൽ. കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗമാണ് കടൽ എന്ന് വെച്ചാൽ ഇത് അറബിക്കടലാണ്. ഇനി നോക്കൂ, 3 ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. ഇതിപ്പോൾ നോക്കൂ, 3 ചുറ്റും കരയല്ലേ? ഈ കര, 3 ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. അപ്പോൾ കടലും ഉൾക്കടലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇതാണ് കര. കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗമാണ് കടൽ. ഇത് കടലാണ്. ഇനി നോക്കൂ, 3 ചുറ്റും കര, 3 ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, 3 വശവും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉൾക്കടൽ, ബേ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബേ ഓഫ് ബംഗാൾ, ഇത് അറബിക്കടൽ. ഇതെല്ലാം ആരുടെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്.
ഇപ്പൊ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ കടലും ഉൾക്കടലും എന്നൊക്കെ വിളിക്കുന്നു. എന്തുകൊണ്ട് വിളിക്കുന്നു? കരയോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. എന്തുകൊണ്ട് ഇവിടെ ബംഗാൾ ഉൾക്കടൽ എന്ന് വിളിക്കുന്നു? നോക്കൂ, 3 വശവും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഈ പ്രദേശത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബംഗാൾ ഉൾക്കടൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ പലതവണ പരീക്ഷകൾക്ക് നമ്മുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും, അതും കൂടി ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അക്ഷാംശ വ്യാപ്തി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അക്ഷാംശ വ്യാപ്തി എന്ന് വെച്ചാൽ നോക്കൂ, നമ്മുടെ രാജ്യം ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണ്? 8 ഡിഗ്രി, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ അക്ഷാംശ സ്ഥാനം, അല്ലേ? അങ്ങനെയാണെങ്കിൽ അക്ഷാംശ വ്യാപ്തി എന്ന് വച്ചാൽ ഈ 2 അക്ഷാംശങ്ങൾക്കിടയിലെ വ്യത്യാസമാണ് അക്ഷാംശ വ്യാപ്തി. ഈ 2 അക്ഷാംശങ്ങൾക്കിടയിലെ വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്ഷാംശ വ്യാപ്തി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പം മിനിറ്റ് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് 37 ഡിഗ്രിയിൽ നിന്ന് 8 കുറച്ചാൽ മതി. 37 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 37 മൈനസ് 37 ഡിഗ്രിയിൽ നിന്ന് എത്ര കുറയ്ക്കണം? 8 ഡിഗ്രി കുറയ്ക്കണം. അപ്പോൾ 37ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 29 ഡിഗ്രി കിട്ടും, അല്ലേ? 29 ഡിഗ്രി എന്ന് വെച്ചാൽ പിന്നെ മിനിറ്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അക്ഷാംശ വ്യാപ്തി, സോറി, സ്ഥാനമല്ല, വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് വെച്ചാൽ എത്രയാണ്? നോക്കൂ, വടക്ക് അക്ഷാംശ സ്ഥാനം, വടക്ക് അക്ഷാംശ രേഖയിൽ നിന്ന് തെക്ക് അക്ഷാംശ രേഖയിലേക്കുള്ള വ്യത്യാസം. വടക്ക് അക്ഷാംശ സ്ഥാനത്ത് നിന്ന് തെക്ക് അക്ഷാംശ സ്ഥാനത്തേക്കുള്ള വ്യത്യാസം. അതായത് ഈ 2 അക്ഷാംശങ്ങൾക്കിടയിലെ വ്യത്യാസമാണ് അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനിറ്റ് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കൂ, 37 ഡിഗ്രിയിൽ നിന്ന് 8 ഡിഗ്രി കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 29 ഡിഗ്രി കിട്ടും. ഇനി മിനിറ്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നോണം. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ചോദിച്ചാൽ എത്ര പറയണം? 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. ഇനി നോക്കൂ, രേഖാംശ വ്യാപ്തി എങ്ങനെ പറയാം? രേഖാംശ വ്യാപ്തി നോക്കൂ, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. ഇത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. അതായത് പടിഞ്ഞാറേ അറ്റത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് രേഖാംശം. അപ്പോൾ ഈ 2 രേഖാംശങ്ങൾക്കിടയിലെ വ്യത്യാസമാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. ഈ 2 രേഖാംശ രേഖകൾക്കിടയിലെ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ രേഖാംശ വ്യാപ്തി. അപ്പോൾ നമുക്ക് അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മിനിറ്റ് ഒഴിവാക്കാം, നമുക്ക് ഡിഗ്രി മാത്രം എടുക്കാം. 97 ഡിഗ്രി മൈനസ് എത്ര? 68 ഡിഗ്രി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അവിടെയും എത്രയുടെ വ്യത്യാസം തന്നെയാണ്? 29 ഡിഗ്രിയുടെ വ്യത്യാസമാണ്, ആണല്ലോ. പിന്നെ മിനിറ്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. അതായത് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയും സെയിം ആണ്, 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. എന്ന് വച്ചാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയും സെയിം ആണ്. എത്ര? 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. അപ്പോൾ ഈ രേഖാംശ വ്യാപ്തിയും അക്ഷാംശ വ്യാപ്തിയും പഠിച്ചോണം, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും സെയിം ആണ്, ഏകദേശം 29 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയും. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിക്കുക. മാറുന്ന PSC പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ? ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വെറും 3 മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പിലൂടെ.
ഇനിയും വൈകിട്ടില്ല, പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്.